ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ബ്രിറ്റ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശിഷ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഹെൽത്തി ഈസി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയൊക്കെ തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഏറ്റവും അവൈലബിൾ ആയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്കത് പ്രിപ്പയർ ചെയ്യാവുന്നതും ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്നതും ജോലിക്കൊക്കെ പോകുമ്പോഴും, അതായത് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതുമായ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നാളെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്, ലോങ് ഡേ ആണ്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ തന്നെ ഓരോ റെസിപ്പികളായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ജാറാണ്. ഒരു ഗ്ലാസ് ജാർ എടുക്കണം. നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് ജാറാണിത്. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബ്ലൂബെറീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രഷായ ബ്ലൂബെറീസാണ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ആയാലും കുഴപ്പമില്ല. കുറച്ച് ഫ്ലാക്സ് സീഡ് വേണം നമുക്ക്. പിന്നെ കുറച്ച് ചിയ സീഡ് വേണം. ഇതൊക്കെ ഹെൽത്ത് വളരെ നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആപ്പിളുണ്ട്, കുറച്ച് ബനാനയുണ്ട്, പിന്നെ കുറച്ച് ഫ്രോസൺ സ്ട്രോബെറീസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും മെയിനായ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓട്സ് ആണ്. ഞാനിവിടെ ഒരു 4 സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലാണ്. അത് ഏത് പാല് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്കിംഡ് മിൽക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ്സ് മതി. മൊത്തത്തിലൊരു 5 മിനിറ്റ്സ് മതി നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്ലാസ് ജാറ് മെല്ലെ തുറന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കണം, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓട്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച 4 സ്പൂണിൽ ഓട്സ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് ഞാൻ ചെറിയൊരു കണ്ടെയ്നർ, ഞാൻ ഒരാൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ള പോർഷനാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്, നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ ഓട്സ് ഞാൻ ആഡ് ചെയ്തു. അതൊന്ന് ജസ്റ്റ് ചെറുതായി ഒന്ന് നിരക്ക് ഇട്ട് കൊടുക്കുക, കാരണം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ളതാണല്ലോ. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചിയ സീഡ്സ് ആണ്. ഞാനൊരു 2 സ്പൂണാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനത് മുഴുവനും കൂടെ അങ്ങ് ഇട്ടു. ഇനി കുറച്ച് വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. ചിയ സീഡ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലാക്സ് സീഡ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ ഹെയറിനൊക്കെ നല്ലതായതുകൊണ്ട് ഞാൻ 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലിങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള ആ ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാവുന്നുണ്ട്. ഇന്ന ഫ്രൂട്ട്സ് എന്നൊന്നുമില്ല. അപ്പം ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഫ്രൂട്ട്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കുറച്ച് ബ്ലൂബെറീസ്, പിന്നെ ആപ്പിൾ, കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ, സ്ട്രോബെറീസ്, പിന്നെ പഴം. ഏറ്റവും നല്ല മധുരമുള്ള പഴം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്തുള്ള ഷുഗറോ അല്ലെങ്കിൽ ഹണിയോ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മധുരമാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ച് ഞാൻ 1-2 സാധനങ്ങൾ ഞാൻ നോർമലി എപ്പോഴും കൂടെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ബ്ലൂബെറീസ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രോസൺ ആയാലും എടുക്കാം. ഞാൻ എപ്പോഴും ഫ്രോസണാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷെ ഇന്ന് കുറച്ച് ഫ്രഷ് ബ്ലൂബെറീസ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് അങ്ങ് ജസ്റ്റ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. എപ്പോഴും ഫ്രോസൺ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ ആയിരിക്കും എപ്പോഴും. അതായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന. ഫ്രോസൺ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രീമി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. എൻ്റെ നാക്കൊക്കെ കുഴയുന്നുണ്ട്, ഭയങ്കര ടയേർഡായിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നന്നായി ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് മൊത്തം നിറച്ചെടുക്കുന്നില്ല, കാരണം ഞാനിത് നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ക്യാരി ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിറഞ്ഞ് തുളുമ്പി പോകണ്ട. ഞാനതിൻ്റെ ഒരു വക്ക് വരെ ഒഴിച്ചിടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലായിടത്തും പാല്. പിന്നെ ആ ഓട്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും രാവിലെ ആകുമ്പോഴത്തേക്കും. എല്ലാം നല്ല പഴവും ആപ്പിളും എല്ലാം മിക്സായി, ചിയ സീഡ്സൊക്കെ നല്ല കുതിർന്ന് ഓട്സിൻ്റെ കൂടെ മിക്സായി നല്ല ക്രീമി ടെക്സ്ചറായിട്ട് രാവിലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിന്
അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. ഇനി രാവിലെ ജസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് പുറത്തെടുത്ത് വെച്ച് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് നട്ട്സും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ നട്ട്സ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി എനിക്ക് നല്ല ഹെവി ഫില്ലിംഗ് ആയിരിക്കും. ചില സമയത്ത് ഞാൻ നട്ട്സ് ഇടാറുണ്ട്, അത് ഓരോരോ മൂഡ് പോലെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അവൈലബിളായ നട്ട്സ് എന്തൊക്കെയാണോ നട്ട്സുകളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞിന് എപ്പോഴും കൊടുക്കുമ്പോൾ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാറാണ്. അപ്പോൾ അവൾക്ക് നട്ട്സൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.